അക്ഷയ, നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ പലതുണ്ട്, പല കഥകളുണ്ട്, പല യാഥാർത്ഥ്യമുണ്ട്. കഥകൾ എന്നതിനപ്പുറത്ത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കഥകളും തിരക്കഥകളുമാണ് പറയുക. പക്ഷെ കഥയല്ല, ഇത് ജീവിതമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തെളിവുകളൊക്കെ പുറത്തു വന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ. അതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ്, അതിന്റെ പല ഭാഗങ്ങളും വെട്ടിമാറ്റിയെങ്കിലും അതിനപ്പോൾ എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത്? സോണിയ തിലകന്റെ ഏറ്റവും നെഞ്ചുറപ്പോടുകൂടി മലയാള സിനിമയിൽ നിന്നൊരു നടന്റെ മകൾക്ക് സിനിമാ ലോകത്ത് ഉണ്ടായതിനേക്കാൾ വലിയ ദുരനുഭവം പുറത്തുണ്ടായി എന്നാണ് അവർ പറയുന്നത്. ഈ സിനിമയിൽ ഉള്ളതിനേക്കാൾ വലിയ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അച്ഛനെതിരെ ഉണ്ടായ ദുരനുഭവത്തെക്കാൾ വലിയ അനുഭവങ്ങൾ ഉണ്ടായത്, അത് ഇപ്പോൾ തുറന്നു പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണോ? കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഒരു കാരണം. മറ്റൊന്നെന്ന് പറയുന്നത്, ഇതിൽ ഈ പ്രശ്നങ്ങൾക്കിരയായ ഇരകൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കൂടി വേണ്ടിയാണ്. അതായത് ഇന്റേണലി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത്, ഞാൻ സിനിമയിൽ ഒന്നുമല്ലാത്തൊരു വ്യക്തിയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നെങ്കിൽ ഇതിനകത്തുള്ള പെൺകുട്ടികൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഞാൻ നടത്തിയത്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഇത്തരം ഇങ്ങനൊരു സ്ഫോടനാത്മകമായ റിപ്പോർട്ടൊക്കെ പുറത്തുവരും നമ്മൾ പ്രതീക്ഷിച്ചു. തീർച്ചയായും കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് 7:30 ഞാൻ നേരത്തെ ശ്രീമതി സോണിയോട് ആവശ്യപ്പെട്ടിരുന്നു, നമുക്ക് 7:30 മുതൽ 8:00 വരെ സൂപ്പർ പ്രൈം ടൈമിൽ ഒന്നുകൂടി കാരണം ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തെയും ബാധിക്കുന്ന ഒരു വളരെ ഗൗരവപ്രധാനമായ ഒരു വിഷയമാണ്. അത് ആ നിലയ്ക്ക് ചർച്ച ചെയ്യുക, ആ നിലയ്ക്ക് സമൂഹം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി. എല്ലാ വാദികളും പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഒരുപാട് നേരമായി. കാരണം ഇത്രയും നേരം ഇവിടെ തുറന്ന് സംസാരിക്കുമ്പോൾ അഭിലാഷ്, നമുക്ക് 7:00 വിശദമായി തീർച്ചയായും അതെ, എല്ലാ മാധ്യമങ്ങളും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞത്. ആ പേരുകൾ പറഞ്ഞില്ല എങ്കിലും, പേരുകൾ പറയാത്തത് ഒരുപക്ഷെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഈ പേരുകൾ പറയേണ്ടതല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പല പേജുകളും വെട്ടിമാറ്റിയതാണ്. ആ പേരുകൾ പറയാൻ എനിക്ക് മടിയുള്ളത് കൊണ്ടല്ല. ആ പേരുകൾ ഞാൻ ഹേമ കമ്മിറ്റി അവർ തന്നെ അത് മാറ്റി വെച്ചിരിക്കുന്ന പേജുകളാണ്. അപ്പം അവരത് വെളിപ്പെടുത്തതിൽ എന്താണ് അജണ്ട എന്നുള്ളത് ആദ്യം വരട്ടെ. അതിനുശേഷം എനിക്ക് പേരുകൾ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പേരുകൾ പറയും. ഇപ്പോൾ താങ്കളുടെ ഫ്ലാറ്റിൽ, അതായത് അച്ഛൻ്റെ ഫ്ലാറ്റിൽ, അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, തിരുവനന്തപുരത്ത്. അവിടെ എത്തി പലതവണ ബൈറ്റ് എടുത്തിട്ടുണ്ട്. ഈ വലിയ എന്താ പറയുക, സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു. നടനെ അച്ഛനെ വിലക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ആ സമയത്താണ് താങ്കളുടെ ഫ്ലാറ്റെത്തി ബൈറ്റ് എടുത്തത്. വീണ്ടും ആ ഒരു വിഷയം വീണ്ടും ഓർമ്മയിലേക്ക് വരുമ്പോൾ അച്ഛനെ വിലക്കിയതിനേക്കാൾ വലിയ വിലക്ക് പല ആളുകളും നേരിട്ട് വന്ന്, അദ്ദേഹം വലിയ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് പുറമേക്ക് അറിയാത്തതായിരിക്കാം അല്ലേ? അതിനേക്കാൾ ചെറുതും വലുതുമായി എത്രയോ ആളുകളാണ് ഈ വിലക്ക് നേരിട്ടത്. അതായത് അച്ഛനെതിരെ ഒരു വിലക്ക് വന്നാൽ ഇനി ഇതിൽ അഭിനയിക്കാൻ വരുന്ന പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പകടമായിട്ട്, ഒരു എക്സാമ്പിളായിട്ട് അവർ സെറ്റ് ചെയ്തതല്ലേ ഈ അച്ഛനെ വിലക്കുന്നതിലൂടെ. തിലകനെ വിലക്കി, പിന്നെയാണ് നിങ്ങളൊക്കെ എന്നുള്ള ചോദ്യം ആണ് അതിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലയിൽ വലിയ വിലക്ക് നേരിടുന്നൊരു ഘട്ടത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം വീണ്ടും ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയാകുമ്പോൾ ഇങ്ങനെ തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് തോന്നിയത്? തുറന്നു പറയാൻ ഒരുപക്ഷെ അച്ഛൻ്റെ ആത്മാവ് തന്നെയായിരിക്കും എന്നിലൂടെ ഇത് പറയുന്നത്. കാരണം അച്ഛന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും നാളും ഉള്ളിൽ വെച്ചിരുന്ന ആ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ആ ഒരു പിൻബലവും എനിക്കുണ്ട്. മാധ്യമങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്, അവർക്ക് മറുപടി പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവരെല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒറ്റ ചോദ്യമായിരിക്കും ഈ പേരുകളാണ്. ഒന്ന്, അമ്മ സെക്രട്ടറി മോശമായി പെരുമാറി, മോളെ എന്ന് ചെറിയ പ്രായത്തിൽ വിളിച്ചൊരു നടൻ മോശമായി പിന്നീട് അച്ഛന്റെ മരണശേഷം സ്നേഹപൂർവ്വം സമീപിച്ച ശേഷം മോശമായി പെരുമാറി. അങ്ങനെ പെരുമാറിയ നടന്റെ പേര് അങ്ങനെ പറയേണ്ടതുണ്ടോ? എനിക്കറിയില്ല. അത് ഫോർ ദ ടൈം ബീയിങ് തൽക്കാലം ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിപ്പോ ഇത്രയും പറയാനുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലെ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ എനിക്കും, ഞാൻ സിനിമയിലെ ഒരു വ്യക്തി അല്ലാഞ്ഞിട്ട് പോലും എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഈ പറഞ്ഞ പവർ കമ്മിറ്റിയിൽ നിന്നുണ്ടായെന്ന് പറയുമ്പോൾ, ഈ പവർ കമ്മിറ്റിയിൽ അംഗമായിരുന്ന നടൻ തന്നെയാണോ ഇങ്ങനെ മോശമായി? ഇപ്പൊ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. മോളെ എന്ന് വിളി, അത്തരം വിളിയൊക്കെ നമുക്ക് വളരെ വൈകാരികമായ ഒന്നാണ്. ഈ അമ്മയെന്നാണ് നമ്മുടെ സംഘടനയുടെയും പേര്. അപ്പൊ ഈ മകൾക്ക് പറയാനുള്ളത് എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞു കേൾക്കും. മോളെ എന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, അതായത് ഒരു 2ാം ക്ലാസ് മുതൽ കാണുന്നതായി ഇവരെയൊക്കെ. ഓരോ പ്രായത്തിലും പല പല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ മോളെ എന്നുള്ള വിളി ആത്മാർത്ഥമായിട്ട് ഞാൻ കരുതി. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള മെസ്സേജിൽ അത് വ്യക്തമാണ് അല്ല എന്നുള്ളത്. അത് അച്ഛൻ്റെ മരണശേഷമാണെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വസ്തുത. വരെ കാത്തിരിക്കുന്നവരുമുണ്ടാകാം. എന്തായാലും തുറന്നു പറയാൻ, പല പേരുകളും പറയാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അതേക്കുറിച്ച് അധികം ചോദിക്കുന്നില്ല. പക്ഷേ പല പേരുകളും സ്വാഭാവികമായി ചോദിക്കും. ഒരു കാര്യം കൂടി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുള്ള അമ്മ, മകൾക്ക് പറയാനുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അമ്മയിലെ സെക്രട്ടറി ആയിരുന്ന ആൾ മോശമായി പെരുമാറി എന്ന് പറഞ്ഞില്ല, അത് ഏത് സാഹചര്യത്തിലായിരുന്നു അങ്ങനെ? അല്ല, അമ്മയുടെ സെക്രട്ടറി മോശമായിട്ടല്ല പെരുമാറിയത്.
അമ്മയുടെ സെക്രട്ടറി ഞാൻ ആ ലെറ്റർ കൊടുക്കുമ്പോൾ ഒരു സെക്രട്ടറി എൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു മെമ്പർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വസ്തു ഒരു പരാതി തരുമ്പോൾ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ലെറ്റർ തരുമ്പോൾ അത് കയ്യിൽ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ അത് കയ്യിൽ സ്വീകരിക്കാൻ പോലും ഈ 15-അംഗ കമ്മിറ്റിയുടെ അനുവാദം തേടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കമ്മിറ്റിയുടെ പവർ അല്ലേ അതിൽ വ്യക്തമാവുന്നത്. ശരി, നന്ദി. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. തുടർന്നും അടുത്ത ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ പറയേണ്ടി വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. ഹേമ കമ്മിറ്റി പോലെ വളരെ സ്ഫോടാത്മകമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പേരുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്തായാലും വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.